അപ്പോൾ ഇന്ന് നമ്മൾ വാട്ടർ ക്വാളിറ്റി ടെസ്റ്റിംഗ് അതിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എസ്റ്റിമേഷൻ ഓഫ് അമോണിയ, സൾഫേറ്റ് ആൻഡ് അയൺ, പിന്നെ അതിൻ്റെ റിയേജൻറ്റ് പ്രിപ്പറേഷനും. ഫസ്റ്റ് നമ്മൾ എസ്റ്റിമേഷൻ ഓഫ് അമോണിയ. അതിൻ്റെ നമുക്ക് ആദ്യം വേണ്ടത് 2 ടെസ്റ്റ് ട്യൂബാണ്. ഒന്ന് ബ്ലാങ്കിനും ഒന്ന് ടെസ്റ്റിനും. 2 ടെസ്റ്റ് ട്യൂബ് നമ്മൾ മാർക്ക് ചെയ്യണം. ദെൻ നമ്മൾ ആ ബ്ലാങ്ക് ടെസ്റ്റ് ട്യൂബിൽ 10 ml ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്യുക. ദെൻ അതിലേക്ക് ഒരു ഡ്രോപ്പ് സോഡിയം പൊട്ടാസ്യം ടാർട്ടറേറ്റ്, ദെൻ 0.1 ml നെസ്ലേസ് റിയേജൻറ്റ്. അതുപോലെ തന്നെ ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മളെ സാമ്പിൾ എടുക്കുക. 10 ml സാമ്പിൾ, വാട്ടർ സാമ്പിൾ എടുക്കുക. ദെൻ 1 ഡ്രോപ്പ് സോഡിയം പൊട്ടാസ്യം ടാർട്ടറേറ്റ്, ദെൻ 0.1 ml നെസ്ലേസ് റിയേജൻറ്റ്. അതിനുശേഷം നമ്മൾ ഇത് UV വിസിബിൾ സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ പോയി റീഡിംഗ് എടുക്കാം. അപ്പോൾ അമോണിയ എസ്റ്റിമേഷൻ്റെ സമയത്ത് നമ്മൾ അതിലെ വാല്യൂ 410 nm ആക്കണം, 410 നാനോമീറ്റർ ആക്കണം. ദെൻ അവിടെ നമുക്കൊരു OD വാല്യൂ കിട്ടും, ഒപ്റ്റിക് ഡെൻസിറ്റി വാല്യൂ കിട്ടും. അതിന് കാൽക്കുലേഷൻ വരുന്നത് ആ OD വാല്യൂ ഇൻറ്റു 8.49. അപ്പോൾ UV വിസിബിൾ സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ വെച്ചിട്ട് നമ്മൾ റീഡിംഗ് എടുക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ട് ബ്ലാങ്ക് 2 കുവറ്റിലും നിറച്ചിട്ട് ഓട്ടോ സീറോ ചെയ്യണം. അതിനുശേഷം ഒരു കുവറ്റിലെ സൊല്യൂഷൻ മാറ്റി അതിലേക്ക് ടെസ്റ്റ് സൊല്യൂഷൻ വെക്കണം. ദെൻ അമോണിയ കാണുമ്പോൾ 410 നാനോമീറ്റർ ആക്കി അതിൻ്റെ റീഡിങ് എടുക്കുക. പിന്നെ ക്യുവറ്റ് അതിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിന് ഒപ്പാക്കും ട്രാൻസ്പാരൻറ്റ് 2 വശങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ലൈറ്റ് പാസ് ചെയ്യണ ആ സൈഡിലായിട്ട് വരണം അതിൻ്റെ ട്രാൻസ്പാരൻറ്റ് സൈഡ്. ദെൻ അമോണിയൻ്റെ ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് 0.5 ആണ് വരുന്നത്. ദെൻ എസ്റ്റിമേഷൻ ഓഫ് സൾഫേറ്റ്. ഇവിടെയും നമ്മൾ 2 ടെസ്റ്റ് ട്യൂബ് എടുക്കുക, ഒന്ന് ബ്ലാങ്കിന് അതുപോലെ തന്നെ ഒന്ന് ടെസ്റ്റിന്. അപ്പോൾ ബ്ലാങ്കിൻ്റെ ഇതിൽ നമ്മൾ 10 ml ഡിസ്റ്റിൽ വാട്ടർ ആഡ് ചെയ്യുക, 1 ml HCl ആഡ് ചെയ്യുക, 1 ml ബാരിയം ക്ലോറൈഡ് ആഡ് ചെയ്യുക. ടെസ്റ്റിലും 10 ml സാമ്പിൾ എടുക്കുക, 1 ml HCl ആഡ് ചെയ്യുക, 1 ml ബാരിയം ക്ലോറൈഡ്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, UV വിസിബിൾ സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ നിന്ന് റീഡിംഗ് എടുക്കുമ്പോൾ അബ്സോർബൻസ് 400 നാനോമീറ്ററിൽ എടുക്കുക. അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് നമുക്ക് കിട്ടിയ വാല്യൂ ഇൻറ്റു 22.26. അതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ 200 ആണ് വരുന്നത്, 200 mg/L. ദെൻ എസ്റ്റിമേഷൻ ഓഫ് അയൺ. നമ്മൾ 2 ബീക്കർ എടുക്കുക, ഒന്ന് ബ്ലാങ്കിനും ഒന്ന് ടെസ്റ്റിനും. ദെൻ അതിക്ക് 50 ml ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്യുക ബ്ലാങ്കിക്ക്. ദെൻ 1 ml ഹൈഡ്രോക്സി അമോണിയം ഹൈഡ്രോക്ലോറൈഡ്, ദെൻ 2 ml കോൺസെൻട്രേറ്റഡ് HCl. അതുപോലെ തന്നെ ടെസ്റ്റിക്കും നമ്മൾ 50 ml സാമ്പിൾ ആഡ് ചെയ്യുക, 1 ml ഹൈഡ്രോക്സി അമോണിയം ഹൈഡ്രോക്ലോറൈഡ് ആഡ് ചെയ്യുക, ദെൻ 2 ml കോൺസെൻട്രേറ്റഡ് HCl ആഡ് ചെയ്യുക. ദെൻ നമ്മളിതിനെ ബോയിൽ ചെയ്യണം ഹോട്ട് പ്ലേറ്റിൽ വെച്ചിട്ട്. അപ്പോൾ നമ്മളിത് എടുത്തിട്ടുള്ളത് ചെറിയൊരു ബീക്കറിലാണ്, 100 ml ബീക്കറിലാണ്. അപ്പോൾ ഇതിന് മാർക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു സൊല്യൂഷൻ എമൗണ്ടിനെ 20 ml ആവുന്ന വരെ ഒന്ന് ബോയിൽ ചെയ്യണം. ദെൻ അത് രണ്ടും ബോയിൽ ചെയ്ത് 20 ml ഏകദേശം ആയാൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് കൂൾ ചെയ്തതിൻ്റെ ശേഷം രണ്ടിൽക്കും 10 ml അമോണിയ അസറ്റേറ്റ് ആഡ് ചെയ്യുക. ദെൻ 4 ml ഫിനാൻത്രോളിൻ ആഡ് ചെയ്യുക. ദെൻ അതെന്ത് ചെയ്യുക, 50 ml മേക്കപ്പ് ചെയ്യുക. ദെൻ 10 മിനിറ്റ് ഇൻക്യുബേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ റീഡിംഗ് എടുക്കുക. അങ്ങനെ റീഡിംഗ് എടുക്കുമ്പോൾ നമ്മൾ 510 നാനോമീറ്ററിലാണ് റീഡിംഗ് എടുക്കേണ്ടത്. ദെൻ അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് നമുക്ക് കിട്ടിയ OD വാല്യൂനായിട്ട് 6.48 ഇൻറ്റു ചെയ്യുക. ദെൻ അയൻ്റെ ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ദെൻ എസ്റ്റിമേഷൻ ഓഫ് അമോണിയക്ക് നമ്മൾ യൂസ് ആക്കിയിട്ടുള്ള റിയേജൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഡിയം പൊട്ടാസ്യം ടാർട്ടറേറ്റും അതുപോലെ തന്നെ നെസ്ലേസ് റിയേജൻറ്റും. നെസ്ലേസ് റിയേജൻറ്റ് നമുക്ക് അങ്ങനെ ബോട്ടിൽ അങ്ങനെ കിട്ടും. ദെൻ സോഡിയം പൊട്ടാസ്യം ടാർട്ടറേറ്റ് 10% ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, 10 ഗ്രാം 100 ml ഡിസ്റ്റിൽഡ് വാട്ടറിൽ ഡിസോൾവ് ആക്കുക. ദെൻ സൾഫേറ്റിൻ്റെ എസ്റ്റിമേഷന് നമ്മൾ യൂസ് ആക്കിയിട്ടുള്ളത് 1:1 HCl-ഉം 10% ബാരിയം ക്ലോറൈഡുമാണ്. 1:1 HCl എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും ഒരേ അളവിലെടുക്കുക, വെള്ളം ഒരേ അളവ് എടുക്കുക, വെള്ളം എത്രയാണോ എടുത്തത് അത്ര തന്നെ HCl എടുക്കുക. ദെൻ നമ്മൾ വെള്ളത്തിലേക്ക് വേണം ആസിഡിനെ ആഡ് ചെയ്യാൻ. സപ്പോസ് നമ്മൾ 100 ml നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, 50 ml വെള്ളം എടുത്തിട്ട് 50 ml HCl ആഡ് ചെയ്യാം. ദെൻ ബാരിയം ക്ലോറൈഡ് 10%.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 10 ഗ്രാം ബേരിയം ക്ലോറൈഡിനെ 100 ml ഡിസ്റ്റിൽ വാട്ടറിൽ ഡിസോൾവ് ആക്കുക. ദെൻ അയണിൻ്റെ എസ്റ്റിമേഷന് നമ്മൾ റിയേജൻറ്റ് യൂസ് ആക്കുന്നതാണ് ഹൈഡ്രോക്സിൽ അമോണിയ ഹൈഡ്രോക്ലോറൈഡ് 10%, പിന്നെ അമോണിയ അസറ്റേറ്റ് ബഫർ ഫിനാൻത്രോളിന്. അപ്പോൾ ഹൈഡ്രോക്സിൽ അമോണിയ ഹൈഡ്രോക്ലോറൈഡ് 10% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ഗ്രാം ഹൈഡ്രോക്സിൽ അമോണിയ ഹൈഡ്രോക്ലോറൈഡ് 100 ml ഡിസ്റ്റിൽഡ് വാട്ടറിൽ ഡിസോൾവ് ആക്കുക. ദെൻ അമോണിയം അസറ്റേറ്റ് ബഫർ അതെന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 62.5 ഗ്രാം അമോണിയ അസറ്റേറ്റ് ആദ്യം 40 ml ഡിസ്റ്റിൽഡ് വാട്ടറിൽ ഡിസോൾവ് ആക്കുക. ദെൻ അതിലേക്ക് എന്ത് ചെയ്യുക, 175 ml ഗ്ലാഷ്യൽ അസിറ്റിക് ആസിഡ് ആഡ് ചെയ്യുക. ഇതും ഫ്യൂം ബോർഡിൽ വെച്ചിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ദെൻ ഫിനാൻത്രോളിൻ 0.1 ഗ്രാം ഫിനാൻത്രോളിൻ എന്ത് ചെയ്യുക, 100 ml ഡിസ്റ്റിൽഡ് വാട്ടറിൽ ആഡ് ചെയ്യുക. ദെൻ അതിന് ശേഷം എന്ത് ചെയ്യുക, 2 ഡ്രോപ്പ് കോൺസെൻട്രേറ്റഡ് HCl ആഡ് ചെയ്യാം.